നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലുണ്ടായ ആഗോള സൈബർ തകരാറിൽ ലോകത്തിലെ വ്യോമ, ധന, മാധ്യമ മേഖലകൾക്ക് ലക്ഷം കോടി ഡോളറിലധികം നഷ്ടം നേരിട്ടതായി പ്രാഥമിക വിലയിരുത്തൽ. ആഗോള സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്ക് വരുത്തിയ അപ്ഡേഷൻ വഴി മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ലോകത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടറുകളിലുണ്ടായ തകരാറാണ് വിമാനയാത്രകളെയും ബാങ്കുകൾ, സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചത്. കമ്പ്യൂട്ടറുകൾ പണിമുടക്കിയതോടെ യുഎസിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ബിസിനസ് സേവനങ്ങൾ തടസ്സം നേരിട്ടു. വിമാന കമ്പനികളുടെ ടിക്കറ്റിംഗ് മുതൽ ചെക്ക് ഇൻ വരെ സൈബർ തകരാർ മൂലം അവതാളത്തിലായി. പല സർവീസുകളും അനിശ്ചിതമായി വൈകി. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ്, ധനസേവന മേഖലകൾ വ്യാപകമായ തടസ്സങ്ങൾ നേരിട്ടു. രാജ്യത്തെ മുൻനിര സ്റ്റോക്കിംഗ് സ്ഥാപനങ്ങളിൽ ഓഹരി ഇടപാടുകൾ നടത്തുന്നതിനും പ്രശ്നങ്ങൾ നേരിട്ടുവെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ അമേരിക്കയിലെ വിവിധ വ്യോമയാന കമ്പനികൾ ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തിവെച്ചു. എന്നാൽ ലോകം മുഴുവനും അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായ ഒരു ദുരന്തം ഇന്ത്യൻ ബാങ്കുകളുടെ രോമത്തിൽ പോലും തൊട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അതാണ് സത്യം. 4 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ലോകവ്യാപകമായി നടന്ന സോഫ്റ്റ്വെയർ ദുരന്തത്തിൽ വളരെ നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഇന്ത്യയുടെ ബാങ്കിംഗ് സംവിധാനത്തിനുണ്ടായത്. അതും നിമിഷ നേരത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുകയും ചെയ്തു. സോഫ്റ്റ്വെയർ പണിമുടക്കിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ ബാങ്കുകൾ സുരക്ഷിതമാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇന്ന് പകലുണ്ടായ വ്യാപകമായ തകർച്ച ഇന്ത്യൻ ബാങ്കുകളെ എങ്ങനെ ബാധിച്ചുവെന്നറിയാൻ സമഗ്രമായ പരിശോധനയും വിലയിരുത്തലും നടത്തിയെന്ന് പറഞ്ഞ റിസർവ് ബാങ്ക്, എന്നാൽ മുഴുവൻ ഭാരതവും ഏറ്റെടുത്താൽ വെറും 10ഓളം ബാങ്കുകളും മറ്റു ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളും മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തടസ്സങ്ങൾ നേരിട്ടതെന്നാണ് വെളിപ്പെടുത്തിയത്. അവ തന്നെ ഒന്നുകിൽ പരിഹരിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പോകുന്നതോ ആയ പ്രശ്നങ്ങൾ മാത്രമാണെന്നും RBI പറഞ്ഞു. മിക്ക ബാങ്കുകളുടെയും നിർണായക സംവിധാനങ്ങൾ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ചുരുക്കം ചിലർ മാത്രമാണ് സൈബർ സുരക്ഷയ്ക്കായി ക്രൗഡ് സ്ട്രൈക്ക് ടൂൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഈ നടപടി കൈക്കൊണ്ടതാണ് ലോകം മുഴുവൻ ബാധിച്ച സാങ്കേതിക തകരാർ ഇന്ത്യൻ ബാങ്കുകളുടെ രോമത്തിൽ പോലും തട്ടാതെ കടന്നുപോയതിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പ്രവർത്തനക്ഷമതയും തുടർച്ചയും നിലനിർത്തുന്നതിന് സജീവമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശവും നൽകി. മൊത്തത്തിൽ റിസർവ് ബാങ്കിന്റെ ഡൊമെയിനിലെ ഇന്ത്യൻ സാമ്പത്തിക മേഖല ആഗോള തകർച്ചയിൽ നിന്ന് ഏറെക്കുറെ സുരക്ഷിതമാണെന്നും ഒന്നും പേടിക്കാനില്ലെന്നുമാണ് RBI വെളിപ്പെടുത്തിയത്. ഇത്ര വലിയൊരു സാമ്പത്തിക ദുരന്തം നടന്നിട്ടും ദൂരക്കാഴ്ചയോടുകൂടി വേണ്ട കരുതൽ നടപടിയെടുത്ത റിസർവ് ബാങ്ക് ഇന്ത്യൻ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തന്നെയാണ് തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.